ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ടൈം ഇതാ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. 7 മണി മുതലാണ് വീഡിയോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ എണീറ്റത് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേന് എണീറ്റിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു ടൈമിൽ നമ്മളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ. പിന്നെ അതൊന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ അത്ര താല്പര്യമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേന് കിച്ചണിക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു ഇൻട്രോ എടുത്തേക്കാണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കിച്ചണിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. അടുക്കളയൊക്കെ ഇറങ്ങിയാൽ അടുപ്പെത്തിക്കണതിന് മുന്നായിട്ട് ആദ്യം ചെയ്യുന്ന പണിയാണ് കേട്ടോ അത്. സ്ലാബിൽ നിന്ന് തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒഴിവാക്കൽ, അതൊക്കെ കബോർഡൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് കൊണ്ട് വെക്കുകയാണ്. ഒന്നിപ്പോൾ ചോറൊന്നും വെക്കാനില്ല കേട്ടോ. ചോറൊക്കെ തലേദിവസം വെച്ചത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയായപ്പോൾ അത് ഫ്രിഡ്ജിക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതന്നെ തിളപ്പിച്ച് ഊറ്റാന്ന് വിചാരിച്ചു. അപ്പോൾ അതാ റൈസ് പോട്ടും എല്ലതും അവിടുന്ന് ഒഴിവാക്കിയിട്ട് ആദ്യം സ്ലാബുണ്ട് ഒഴിവാക്കി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ കിടക്കുന്ന കേട്ടോ അടുക്കള. ഇന്നലെ നമ്മൾ ഈ പണിയെടുക്കുന്ന ടൈമിൽ ആവണ പാത്രങ്ങളൊക്കെ വേഗം വൃത്തിയാക്കി വെക്കുള്ളൂ. കാരണം അവിടെ നിറഞ്ഞിരിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ എല്ലാം കൂടെ ഒപ്പം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുമല്ലോ. പക്ഷെ ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കി പണിയെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആക്കുന്നത് വേഗാണ്ട് വൃത്തിയാക്കി വെക്കും. പാത്രങ്ങളൊക്കെ വേഗാണ്ട് ഒഴിവാക്കി വെക്കും. കഴുകാനുള്ളതും അതുപോലെ തന്നെ പരന്ന് കിടക്കുന്ന സാധനങ്ങളൊക്കെ വേഗം വൃത്തിയാക്കി വെക്കുമല്ലോ. അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇത് തലേ ദിവസം കഴിച്ച മാങ്ങേൻ്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ, വേസ്റ്റൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് അതെല്ലാം കൂടെ ഞാൻ ഈ കിച്ചണിൽ ഇങ്ങനെ കുഞ്ഞ് വേസ്റ്റ് പാത്രമാണ് കേട്ടോ വെക്കൽ, വേഗം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഒരു ഐസ്ക്രീമിൻ്റെ പാത്രമാണ് വെക്കൽ. അപ്പോൾ അത് നിറയണതനുസരിച്ച് വേഗം ഒഴിവാക്കല്ലോ. അപ്പോൾ അതിലത്തെ ഈ മാങ്ങ വേസ്റ്റ് എല്ലാം കൂടെ അതിൽ കൊള്ളൂലേന്. അപ്പോൾ അത് ഞാൻ തലേ ദിവസം ഒരു കവറിൽ കെട്ടി വെച്ചതായിരുന്നു കേട്ടോ. അത് പിന്നെ കൊണ്ട് ഒഴിവാക്കുകയാണ്. ഈ അടുക്കള ഒക്കെ ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അത്, വേസ്റ്റും ഒഴിവാക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ പണിയെടുക്കുന്ന ഒരു ടൈമിൽ ആ വേസ്റ്റിൻ്റെ സ്മെല്ല് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി പിന്നെ അതാ മീൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. വെള്ളത്തിലിട്ടാൽ ഐസ് കളയാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഐസ് കളയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറക്കി വെക്കുകയാണ്. പിന്നെ നൂൽപുട്ടിൻ്റെ ഒക്കെ പണി കഴിയുമ്പോഴത്തേന് അത് ഐസ് പോയി കിട്ടുമല്ലോ. അപ്പോഴേക്കും ഇതാ പൊടി വാട്ടാൻ വെച്ച് വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കട്ടെ. എനിക്കിഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ നൂൽപുട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റായിട്ട് പഠിച്ചതും നൂൽപുട്ട് ഉണ്ടാക്കാനാണ്. ആദ്യം ദോശ ചുടും, സാധാ പൊടി കലക്കിയിട്ടുള്ള ദോശ ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നൂൽപുട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ ഫസ്റ്റായിട്ട് പഠിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഉണ്ടാക്കൽ തുടങ്ങിയത്. അങ്ങനെ പൊടി വാട്ടിയിട്ട് ഒരു തട്ടിൽ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചൊന്ന് ചൂടാറിയാലല്ലേ അത് ചാമ്പെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള തട്ടൊക്കെ പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ തട്ടുകളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് പിന്നെ വെള്ളം ആക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ കത്തിക്കണില്ല കേട്ടോ. നൂൽപുട്ട് അങ്ങനെ 7 ഓയിലിട്ടിട്ട് ഒന്ന് ചുറ്റിയെടുക്കാൻ തുടങ്ങുമല്ലോ, ആ ഒരു ടൈമിൽ ഈ ഒരു അടുപ്പ് കത്തിക്കൊള്ളും. അപ്പോൾ വെള്ളമൊക്കെ വെച്ച് പിന്നെ 7 ഓയിലൊന്ന് കഴുകി വെച്ച് ഇനിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പൊടി ചാമ്പാൻ വേണ്ടി നിന്നിട്ടുള്ളത്. എന്നിട്ടും തൊടാൻ വയ്യാത്ത ചൂടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ അടുത്ത വെള്ളമൊക്കെ കൊടുന്ന് വെച്ചതിന് ശേഷം നല്ലോണം ചാമ്പെടുത്ത്. ചിലവർ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ ചുടുവെള്ളത്തിൽ അങ്ങനെ കുഴച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ഒരു തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കിങ്ങനെ നമ്മൾ പൊടി വാട്ടിയിട്ട് നൂൽപുട്ട് ഉണ്ടാക്കുമല്ലോ,
ഇതിൻ്റെ ഒരു സോഫ്റ്റ് ആ ഒരു പൊടി വാട്ടാണ്ട് ചുടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സോഫ്റ്റ് കിട്ടുന്നില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ പൊടിയൊക്കെ വാട്ടി ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ് ഒന്നും കൂടെ സോഫ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അങ്ങനെ അതാ പൊടിയൊക്കെ വാട്ടി കുഴച്ചെടുത്ത് പിന്നെ അത് നൂൽപുട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ആ 7-8 ചുറ്റിന നേരം അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ചുറ്റി കഴിഞ്ഞപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം വലിയ ഇഡ്ഡലി ചെമ്പ്, അതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് ഫുള്ള് ആയി കിട്ടും കേട്ടോ. 2 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നൂൽപുട്ടിക്ക് കറിയൊന്നും ഉണ്ടാക്കാനില്ല കേട്ടോ. തലേ ദിവസക്കത്തെ പൊട്ടറ്റക്കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ നൂൽപുട്ടിലേക്ക് ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കറിയൊന്നും ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലല്ലോ, ഞാനൊക്കെ ആക്കി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്കുള്ള കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു നൂൽപുട്ടിക്ക്. പിന്നെ ഇപ്പോൾ വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതാ നമ്മളെ നൂൽപുട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായപ്പോഴേക്കും നല്ലോണം വിശക്കുന്നുണ്ട്. ഈ രാത്രി അങ്ങനെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് രാവിലെ തന്നെ നല്ല വിശപ്പായിരിക്കും കേട്ടോ. പിന്നെ ആ രാവിലെ എണീറ്റ് വന്നപ്പോഴുള്ള ആ ചായപ്പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയതിൻ്റെ ശേഷം അങ്ങനെ കഴിക്കലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ എണീറ്റ് വന്നാൽ ഒരു ചായ ഒന്നും ഇപ്പോൾ അങ്ങനെ കുടിക്കലില്ല, സാധാ വെള്ളം എടുത്തിട്ടാണ് കേട്ടോ കുടിക്കൽ. ഞാൻ വേഗം നൂൽപുട്ടായതിന് ശേഷം വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. അപ്പോഴേക്കും ഇതാ മീനൊക്കെ ഐസ് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കണം. അങ്ങനെ അതാ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ് വന്നിക്കാണ്ട് ഞാൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളി വെള്ളത്തിലിട്ട് വെക്കുക, കുറച്ച് മാന്തളും മുളകിടണം, പിന്നെ കുറച്ച് പൊരിക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ പൊരിക്കാനുള്ള മാന്തൾ കായം വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത്തിരി വലിയ മാന്തളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുറിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 ഭാഗത്തുനിന്നുകൊണ്ട് തോല് ചീന്തിയെടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു കറുപ്പുള്ള ഭാഗത്തുനിന്ന് നല്ല ബ്ലാക്കായിട്ടുള്ള ആ ഭാഗം തോല് ചീന്തിയിട്ട് മറ്റേ ഭാഗം ചിലക്ക് കളയല്ലേ ചെയ്യാം. പക്ഷെ ഞാൻ ഇത്തിരി വലിയ മീനായതുകൊണ്ട് 2 ഭാഗത്തുനിന്നുകൊണ്ട് കഴമ്പുണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ 2 ഭാഗത്തുനിന്നുകൊണ്ട് തോല് ചീന്തിയെടുത്തിട്ടോ. ആവശ്യത്തിനുള്ള മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ മീൻ മസാല തേച്ചെടുക്കുന്നത്. അങ്ങനെ പൊരിക്കാനുള്ള മീനൊക്കെ മസാല തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാ ചൂടായ ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് കേട്ടോ, പേസ്റ്റാക്കി അരച്ചിട്ടില്ല, ചതച്ചെടുക്കുകയാണ് ചെയ്തത്. അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നടു കട്ട് ചെയ്തിട്ടാണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതാ 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരുവോളം വെയിറ്റ് ആക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് ഇതാ ആവശ്യത്തിനുള്ള മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു ബൗളിലേക്ക് എടുത്തിട്ട്
കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളം കൂടണ്ട, ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാമെന്ന് അറിയാലോ, ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ മീൻ മുളക് ഇടുന്നത്. എനിക്ക് സാധാരണ ഞാൻ മീൻ മുളക് ഇടുന്നതിനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടോ ഈ കറിക്ക്. ഇതിപ്പോൾ എനിക്ക് എൻ്റെ താത്ത പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഇങ്ങനെ നേരിട്ടിട്ട് നമ്മൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ കുറുന്നനാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മളിങ്ങനെ മിക്സ് ആക്കിയെടുത്ത ബൗളുണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചിട്ട് അതാണ് അങ്ങനെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബൗളും വൃത്തിയായിട്ടുണ്ടാവും, അതിൽ പറ്റി പിടിച്ചതൊക്കെ അങ്ങനെ കറിയിലേക്കായിട്ടുണ്ടാവും. അതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്, പിന്നെ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളക്കോളം ജസ്റ്റ് ഒരു തള വരുവോളം ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. കറി ഒന്ന് തിളച്ചതിൻ്റെ ശേഷം മീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ ഇട്ട് കൊടുത്തേക്കാണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മീൻ വേവോളം ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ചിക്കാണ്ട് മീനൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചട്ടിയിൽ നിന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് ആ കറി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു ചട്ടി തന്നെ കഴുകിയെടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ പപ്പടം പൊരിക്കണേ. ഞാൻ പല വീഡിയോസിലും പറയലുണ്ട്, മാക്സിമം ഞാൻ പാത്രം കുറച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കുക. ഇങ്ങനെ ഒറ്റക്കാവുമ്പോഴൊക്കെ എളുപ്പം എന്താ പറയുക, പാത്രം ഒന്നും കുറേ കഴുകാൻ ആക്കൂല, കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പണിയെടുക്കുക. അപ്പോൾ കറി വെച്ച പാത്രത്തിൽ തന്നെയാണ് ഈ പപ്പടം പൊരിച്ചെടുക്കുന്നത്. കറി ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റിയൊരു പാത്രത്തേക്ക് മാറ്റുകയാണെങ്കിൽ കറി എടുത്തിട്ട് പിന്നെ ബാക്കിയാവുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പാത്രത്തിലേക്കാട്ടോ മാറ്റിയിരിക്കുന്നത്. പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരടുപ്പത്ത് ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ അടുപ്പത്ത് ഇതാ മീൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ കുക്കിംഗ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. കുക്കിങ് മൊത്തം കഴിഞ്ഞിട്ടാണ് ഒന്ന് ക്ലീനിങ്ങിന് നിൽക്കുന്നത്. ആദ്യം അടുപ്പത്തെ പണി ഫുള്ളും തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ എല്ലായിടത്തും അടിച്ച് വാരിയിട്ടുള്ളൂ കേട്ടോ, തുടക്കണില്ല. തലേ ദിവസം ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ചളിയാക്കാൻ ആരുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എല്ലായിടത്തും അടിച്ച് വാരിയിട്ടുള്ളൂ. ഒന്നരാടൊക്കെ ഇപ്പോൾ തുടക്കലുള്ളൂ കേട്ടോ. അടിച്ച് വാരി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള ടൈമായി. കാക്ക ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കാക്കാക്ക് പോകാനുള്ള ടൈം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് 1 മണിയൊക്കെ ആയപ്പോഴേക്കും ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുളകറിൻ്റെ കൂടെ തൈര് രസമാണല്ലോ, അപ്പോൾ ഞാൻ ഈ കൂട്ടാൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കാക്ക കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് 3 മണി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ പോകുമ്പോൾ. ഇപ്പോൾ ആ ടൈം ഒരു 5 മണി 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ കാക്കയും കൂടെ പോയപ്പോൾ വീട്ടിൽ പിന്നെ ഇങ്ങനെ ഒറ്റക്കായല്ലോ, അപ്പോൾ ഇങ്ങനെ വല്ലാണ്ട് ബോറടിക്കുന്നു തോന്നിയപ്പോൾ ഞാൻ താത്താൻ്റെ കൂടെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. പിന്നെ വണ്ടിയിലൊന്ന് എണ്ണ അടിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം പോയിട്ട് എണ്ണ അടിക്കുകയാണ്. അങ്ങനെ നമ്മൾ താത്താൻ്റെ വീട്ടിലെത്തി.
ഓഫാക്കി കോപ്പിറൈറ്റ് കേട്ടോ. ഞാൻ പോവാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ വയ്യല്ലേ? താത്ത ഇവിടെ നിക്കാത്തതിന് ദേഷ്യം പിടിച്ചിക്ക. താത്താക്ക് താത്താന്റെ വീട്ടിൽ നിക്കണ ഇഷ്ടം. അതേമാതിരി ഞമ്മക്ക് നമ്മളെ വീട്ടിൽ നിക്കണാവൂല ഇഷ്ടാവാ. ഓരോടൊക്കെ രാത്രി ആണ്ട് വരാൻ പറയാം. അവിടെ ആരില്ല. ഓരെല്ലാരും തോത്തി കൊടുന്നാക്കി കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ഇതൊന്നുമില്ല കേട്ടോ. ഓളെ അമ്മായിന്റെ അടുക്ക് നിക്കാൻ പോയിക്കണ വെക്കേഷൻ ആയിട്ട്. മുമ്മുന്റെ വീട് ഇവിടെ, ഞാനും എന്റെ വീട് അവിടെ. അപ്പൊ ശരി, ബൈ ബൈ. ഇനി വീട്ടിൽ തന്നെ പോവാട്ടോ. താത്താൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോഴേക്കും പിന്നെ മൈരിബായിട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പം അതാ രാത്രിയായപ്പോൾ കാക്ക വന്നിട്ടുണ്ട്. ഫുഡൊക്കെ കഴിക്കലിഞ്ഞ് മാങ്ങ ചെത്തി തിന്നേന് കേട്ടോ. ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മാങ്ങ കിട്ടുന്നുണ്ട് കേട്ടോ. കാക്കയും ഞാനൊക്കെ ഇക്കൊല്ലം നല്ലോണം മുതലാക്കിയിട്ടുണ്ട്. അധികം രാത്രി ഞങ്ങൾ മാങ്ങ കേട്ടോ കഴിക്കൽ. അപ്പോൾ കാക്കതാ മാങ്ങ ചെത്തി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.